കള്ളിനെ കുറിച്ചല്ല മാഷ് പറഞ്ഞത്, മദ്യത്തെക്കുറിച്ചാണ്. അല്ല, മദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മദ്യം ഈ നിങ്ങൾ തെങ്ങിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത കൊണ്ടാണ്. തെങ്ങിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ നീര്, അതാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ശേഖരിക്കാൻ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു. അതായത് തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന നീരാണ്. അത് പിന്നീട് സമയപരിധി വെച്ചുകൊണ്ട് അത് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മദ്യമായി, അത് മനുഷ്യൻ്റെ ബോധത്തെ തന്നെ ദുർബലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ലിക്കറായി മാറും. എന്നാൽ തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നത്, ഒരു വസ്തുവായിരുന്നത്. ആ കള്ള് അതുപോലെ എടുത്ത് നിങ്ങൾ കുടിച്ചാൽ അത് മദ്യമല്ല. ആ നീര് അതുപോലെ എടുത്ത് കുടിച്ചാൽ അത് മദ്യമല്ല. എന്നാൽ അത് ലിക്കറാക്കി തീർക്കരുത്. അതിൽ മറ്റ് വസ്തുക്കൾ ചേർത്ത് അതിനെ ലിക്കറാക്കരുത്. മദ്യത്തിൻ്റെ വീര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. അതൊരു സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് ഈ കള്ള്. കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെടുത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെട്ടു വന്നാൽ ഒരുപാട് തൊഴിൽ മേഖലയുണ്ടാകും. ആ കള്ള് ലിക്കറാകാതെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും, നമ്മുടെ നാട്ടിലൊക്കെ ശർക്കരയുണ്ട്. ഈ തെങ്ങിൻ ശർക്കരയുടെ ഗുണം വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. ആ തെങ്ങിൻ ശർക്കരയ്ക്ക് എത്ര ഡിമാൻഡായിരുന്നു. പണ്ട് നമ്മുടെ വടകര ഈ ശർക്കരയുടെ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അപ്പം തെങ്ങിൽ നിന്നുണ്ടാകുന്ന ഈ നീര് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പോഷകാഹാരം തന്നെയായിരുന്നു. പക്ഷെ അത് ലിക്കറാക്കാതെ ആ നീര് അതുപോലെ എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ പോയാൽ രാവിലെ ബംഗാളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഈ പനങ്കള്ളുണ്ട്. അവരിങ്ങനെ ഒരു തണ്ട് കെട്ടി അതിൽ ഈ പനയുടെ കള്ളെടുത്ത് രാവിലെ ഈ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കും. അത് വിൽക്കുന്നത് അതൊരു പാനീയമാണ്. ആ പാനീയം കുടിച്ചാൽ നമ്മുടെ ഇന്ന് നമ്മൾ ബെഡ് ടീ കഴിക്കുന്നതിനേക്കാളും ആ പാനീയം ഗുണകരമാണ്. ഈ തെങ്ങിൻ്റെ പാനീയം അത് ലിക്കറാകാതെ അതുപോലെ എടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ്.